ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടുക്കി ജില്ലയെക്കുറിച്ചാണ്. 1972 ജനുവരി 26-നാണ് ഇടുക്കി ജില്ല രൂപീകരിക്കുന്നത്. 254 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയിലെ ജനസാന്ദ്രത. 1006 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്നതാണ് ഇടുക്കി ജില്ലയിലെ സ്ത്രീ പുരുഷാനുപാതം. 2 മുനിസിപ്പാലിറ്റി, 5 താലൂക്ക്, 8 ബ്ലോക്ക് പഞ്ചായത്ത്, 52 ഗ്രാമപഞ്ചായത്ത്, 5 നിയമസഭാ മണ്ഡലങ്ങൾ, 1 ലോകസഭാ മണ്ഡലം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇടുക്കി ജില്ല. ജനസാന്ദ്രതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. 254 ചതുരശ്ര കിലോമീറ്ററാണ് ഇടുക്കി ജില്ലയിലെ ജനസാന്ദ്രത. സ്ത്രീ പുരുഷാനുപാതത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല ഇടുക്കി. കുടിയേറ്റക്കാരുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം കട്ടപ്പന. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. വിസ്തീർണത്തിൽ 2ാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഇടുക്കി ജില്ലയിലെ ദേശീയോദ്യാനങ്ങൾ ഇരവിക്കുളം, ആനമുടിച്ചോല, മതിക്കെട്ടാൻചോല, പാമ്പാടുംചോല. ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളുള്ള ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും അധികം തേയില, ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കുറുവൻ കുറുത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡാം ഇടുക്കി ഡാം. പ്രസിദ്ധമായ കുറുവൻ കുറുത്തി ശില്പം സ്ഥിതി ചെയ്യുന്നത് രാമക്കൽമേട്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിൽ ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നും. പള്ളിവാസൽ പദ്ധതി ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മുതിരപ്പുഴ. പള്ളിവാസൽ പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായ വർഷം 1940. ഏത് മലയുടെ താഴ്വാരത്താണ് മൂലമറ്റം വൈദ്യുതി നിലയം സ്ഥാപിച്ചിരിക്കുന്നത്? നാടുകാണി. കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് ഇടുക്കി, തേക്കടി, മൂന്നാർ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികളുടെ സംഗമസ്ഥാനം മൂന്നാർ. മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൊടുപുഴ. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി മുതിരപ്പുഴ. എറണാകുളം ജില്ലയോട് ഏത് വില്ലേജ് ചേർത്തപ്പോഴാണ് ഏറ്റവും വലിയ ജില്ല എന്ന സ്ഥാനം ഇടുക്കിക്ക് നഷ്ടമായത്? കുട്ടമ്പുഴ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ മുടി ആനമുടി, 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ. കേരളത്തിലെ ആദ്യ ഡാം മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്, കുമളി പഞ്ചായത്തിൽ. മുല്ലപ്പെരിയാർ നിർമ്മാണം ആരംഭിച്ച വർഷം 1886. മുല്ലപ്പെരിയാർ ഡാം പണി പൂർത്തിയായ വർഷം 1895. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെന്നി ക്യുക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭു. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന മിശ്രിതം സുർക്കി മിശ്രിതം. മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ഉണ്ടാക്കിയ കരാർ പെരിയാർ ലീസ് എഗ്രിമെന്റ്. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച വർഷം 1886 ഒക്ടോബർ 29. 999 വർഷത്തേക്ക്. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത് തിരുവിതാംകൂർ ദിവാനായ വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ JC ഹാനിങ്ടണും തമ്മിൽ. പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ. പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കിയ വർഷം 1970. പെരിയാർ ലീസ് എഗ്രിമെന്റ് 1970 പുതുക്കി നൽകിയ കേരള മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കാൻ തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈഗ അണക്കെട്ട്.
മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് AS ആനന്ദ്. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് 136 അടി 142 അടിയായി ഉയർത്തണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. ഡാം 999 സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ്. കേരളത്തിലെ ആദ്യത്തെ ജൈവഗ്രാമം ഉടുമ്പന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വണ്ടൻമേട്. ചന്ദനമരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ. മുനിയറകളുടെ നാട് എന്നറിയപ്പെടുന്നത് മറയൂർ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ മൂന്നാർ. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ. ഇടുക്കിയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ തേന്മാരിക്കുത്ത്, തൊമ്മൻകുത്ത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം രാമക്കൽമേട്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇന്തോസിസ് സംരംഭമായ കാറ്റിൽ ആൻഡ് ഫോഡർ ഡെവലപ്മെന്റ് പ്രൊജക്ട് സ്ഥാപിക്കപ്പെട്ട സ്ഥലം മാട്ടുപ്പെട്ടി 1963. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനി. ഒരു പ്രത്യേക സസ്യത്തിനായി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനം കുറിഞ്ഞിമല ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തേക്കടി. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് കുമളി. കേരളവും തമിഴ്നാടും തമ്മിൽ ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ചിത്രാ പൗർണമി. ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ടൊഴുകി കാവേരിയിൽ ചേരുന്ന നദി പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ചാമ്പൽ മലയെണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ. പുറന്തോടിൽ നക്ഷത്ര ചിഹ്നമുള്ള ആമകളെ കണ്ടുവരുന്ന സ്ഥലം ചിന്നാർ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം. ഇരവിക്കുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവിക്കുളം. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗം നീലഗിരി താർ. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം. ഗ്രാമങ്ങളിൽ സമ്പൂർണ്ണ ബ്രോഡ്ബാൻഡ് സൗകര്യം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മയിലാടുംപാറ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടുംപാറ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം തേക്കടി. പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ ഇടുക്കി ജില്ലയിലെ പ്രദേശം വാഗമൺ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാർ. കൂത്തുങ്കൽ പ്രൊജക്റ്റ്, പൊന്മുടി ഡാം ഇവ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. പൂറ്റടി സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. ഏത് മലയുടെ താഴ്വാരത്താണ് മൂലമറ്റം വൈദ്യുതി നിലയം സ്ഥാപിച്ചിരിക്കുന്നത് നാടുകാണി.